ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ പരിപാടി നടത്തുന്ന ഒരു ചൂണ്ടയിടാൻ വേണ്ടി പോകണം. അപ്പോൾ ചൂണ്ട ഞങ്ങൾ വള്ളിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പ് വേറെ സാധനങ്ങളുണ്ട്. നമ്മുടെ ശ്രീരാജ് ബ്രോ ഇതാ നമ്മളിവിടെ നല്ല കുഴയാണേ. എന്താണെന്നറിയോ, നല്ല മൈദയും പിന്നെ നമ്മുടെ എന്തോരു മറ്റേ ഇതിന് എന്ത് എസൻസ് ആയിരുന്നു, പൈനാപ്പിൾ എസൻസും പിന്നെ മഞ്ഞപ്പൊടിയും ഉപ്പുമല്ല മറ്റേ വെളിച്ചെണ്ണയും കൂടെ ചേർത്തെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ സാറ് ഇത് അവിടെ ഇങ്ങനെ നോക്കി ചായം കുടിച്ച് നമുക്ക് തരാണ്ട് ചായം കുടിച്ച് നോക്കിയിരിക്കുകയാണ്. ഉലുവ വെള്ളത്തിനാണ് സാറേ കുടിക്കുന്നത്, നെഞ്ചരിച്ചില്ലേ, കൊളസ്ട്രോൾ. അപ്പോൾ അങ്ങനെ ഒരു മരുന്ന് ഇപ്പോൾ നമ്മുടെ ഒറ്റമൂലിയുടെ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പം സ്വന്തം വീട്ടിൽ വൈഫ് പറയാ, ചേട്ടാ ഒരു ചപ്പാത്തിക്ക് കുഴച്ച് തരോ, ചേട്ടാ പുട്ടുണ്ടാക്കി തരോ, പക്ഷേ മീൻ പിടിക്കാൻ പോകാനോ അതിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും അല്ലേ. മണിക്കൂറായതുകൊണ്ട് ഇത് തീർന്ന് ഇനിയിപ്പോൾ നാളത്തേക്കുള്ള ദോശയ്ക്കുള്ള സാധനം കൂടെ ഉണ്ട്. ഓക്കെ, അതെ, എല്ലാ സാധനം റെഡിയാണ് കേട്ടോ. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം. ഇനി മീനെ പിടിച്ചാൽ മതി. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ എന്ത് വെച്ചാൽ വാങ്ങും അല്ലേ, വാങ്ങിയിട്ടാണെങ്കിലും ഞങ്ങൾ വീട്ടിലേക്ക് മീനായിട്ടേ വരുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ കാണാം. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി ചൂണ്ട വള്ളി ഒരുക്കുന്നു, കോഴി ഓടിക്കുന്നു, മാവ് കുഴയ്ക്കുന്നു, പവനായി സോമായി. ഇവർ ഞങ്ങളെ കളിയാക്കി കൊല്ലുന്നു ഗൈസ്, കളിയാക്കി കൊല്ലുന്നു. ഇത്രയും വലിയ കടലിൽ വന്ന് തടാകത്തിൽ വന്ന് ഞങ്ങൾ മീൻ പിടിക്കാൻ കായൽ, ഇവരൊക്കെ ഞങ്ങളെ കളിയാക്കി ഗൈസ്, കളിയാക്കി. ഇവര് ആരോ വിളിച്ചിട്ടുണ്ടെന്ന്, അവിടെ മീൻ പൊരിച്ച് വെച്ചിട്ടുണ്ട് ചെല്ലാൻ. ലാസ്റ്റ് ഇതൊക്കെ തന്ത വരെ സുല്ലിട്ടു. ഞാൻ സുല്ലിട്ടില്ല, ഇവരെ നിർത്തി പോവാ. പിന്നെ ഞാൻ ചെയ്യാം. മാസേ, ഇപ്പോൾ മാഷും സ്നേഹിക്കുട്ടനൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ട. എന്താ സംഭവിച്ചാൽ മീൻ കണ്ടിട്ടാട്ടോ ഇതിൻ്റെ വലുപ്പത എന്തുമാത്രം വലുപ്പുണ്ടെന്നുള്ളത് ചൂണ്ടിട്ട് പിടിച്ചാന്നാ പറയണേ ചങ്ങായി. ആരോ ചൂണ്ടിട്ട് പിടിച്ചാട്ടോ. അപ്പൊ ചപ്പാത്തി ഉണ്ട്, പൊറോട്ട ഉണ്ട്. എന്താണ് നിർവ്വാണേ, നല്ല നിർമ്മാണം, കിടക്കാച്ചി സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ സാലഡ്, ഇവിടെ സാലഡ് ഉണ്ട്. അപ്പോൾ സാർ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഞങ്ങൾ ഭക്ഷണം അടിക്കാൻ വേണ്ടി പോകാട്ടോ. കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാവേ. ഇതാണ് നിർവ്വാണം. ഞങ്ങൾ തോട്ടുന്ന അതേപോലെ പിടിച്ച് അതേപോലെ കറി വെക്കാൻ വേണ്ടി. എന്താ സാധനം, നല്ല കറി കണ്ടിട്ട് അടിപൊളിയാന്ന് തോന്നുന്നു അല്ലേ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വിശേഷങ്ങൾ പറയാം. ഇത് നമ്മളെ വേറെ എവിടെയല്ല, ഇതിന്റെ സ്ഥലപ്പേര് പറഞ്ഞത് അറിയില്ല. സ്ഥലപ്പേര് അതാണ് കേട്ടോ. ഒരു ഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ആംബുലൻസ് കളിച്ചതാട്ടോ, മോളയും കൊണ്ടുള്ള കയറ്, മോള, കായംകുളം. ഇതുണ്ടോ അടിപൊളി ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴേക്ക് അടിപൊളി സ്ഥലമാട്ടോ. ഫുള്ള് ഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെ അവസ്ഥ. ഫുള്ള് പച്ചയാണ്, ചെടികളും അതും ഇതും ഒക്കെ ആയിട്ട് അടിപൊളി സ്ഥലമാട്ടോ. അവിടെ എന്നിട്ട് നല്ല സൂപ്പർ സുന്ദരമായിട്ട് മീനൊക്കെ പിടിച്ച് ഇഷ്ടമുള്ള മീനൊക്കെ കഴിക്കാം. ഇത് അവിടെ എല്ലാവരും തയ്യാറായി കഴിഞ്ഞു. സെറ്റല്ലേ, തുടങ്ങല്ലേ? സെറ്റ്, പൊളിച്ചോ. എങ്ങനെ ഉണ്ട് നോക്ക്, ഒന്ന് നോക്കി നോക്ക്, ടേസ്റ്റ് നോക്ക്, അഭിപ്രായം പറയും. ഉള്ള അഭിപ്രായം പറയും. കഴിക്കാറുള്ളോ? സെറ്റാണോ? സെറ്റാട്ടോ. ഇങ്ങനെ എടുക്കുന്നു, ലേശം ഫോട്ടോ എടുക്കുന്നു. ഈ കറിയും കൂടെ കൂട്ടി ഒരു
നമ്മുടെ ടേസ്റ്റ് കുറ്റാലേ. അപ്പോൾ എന്തായാലും ഞാനും കൂടെ കഴിച്ചിട്ട് അഭിപ്രായം പറയാം. അങ്ങനെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് നമ്മളെ ഇന്നത്തെ നമ്മുടെ ജോലി. കണ്ടോ, ഇനി ഉള്ളത് വളരെ ഇതൊക്കെ നമുക്ക് തിന്നു തീർക്കാൻ പറ്റും. എല്ലാവരും അടുത്ത് 2 വലിയ മീനായിന്ന്. ഈ വീഡിയോയിൽ കാണുമ്പോൾ ചെറിയ മീൻ പോലെ ഇല്ലേ, ചെറിയ പ്ലേറ്റ് പോലെ അല്ലേ, പക്ഷേ വലിയ മീനായിന്ന്. ഒരാൾ അതാ മടുത്തവിടെ. എന്നാലും ഒരു പൊറോട്ടയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇയാൾക്കവിടെ പിന്നെ കണ്ണു പോലും കാണുന്നില്ല. നേരത്തെ മീനാണെന്നും പറഞ്ഞ ചട്ടിയിൽ കൈയിടുന്നുണ്ടായിരുന്നു, ഒന്നുമില്ലാത്ത ചട്ടിയിൽ. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ, സംഭവം സെറ്റായിരുന്നു. കുമ്പക്കാരനില്ലേ, അയാൾക്ക് മുണ്ടാൻ വയ്യ. സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് കേട്ടോ, അടിപൊളി. കുമ്പൊക്കെ നിറഞ്ഞ് എൻ്റെ കുമ്പ മോനെ കാണത്തില്ല മോനെ പറഞ്ഞ. ഇതൊരു ഹോട്ടലാണെന്ന് പറഞ്ഞാൽ